നിങ്ങളൊരു ഐഫോൺ യൂസറാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. അതായത് നമ്മൾ സ്റ്റോറേജ് ഫില്ലപ്പ് ആകുന്നതിൻ്റെ പ്രധാന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഫോട്ടോസ് ആപ്പാണ്. നമ്മൾ ചറപറ എടുക്കുന്ന ഫോട്ടോസ്, അതിലുപരി നമ്മൾ എടുത്തു വെക്കുന്ന സ്ക്രീൻഷോട്ട്. ഞാൻ പേഴ്സണലി നിരവധി സ്ക്രീൻഷോട്ട് അറിഞ്ഞും അറിയാതെയും എന്തെങ്കിലും പെട്ടെന്നൊക്കെ കാണുമ്പോൾ എടുത്ത് അങ്ങ് വെക്കും. കാര്യം കഴിയുമ്പം ഡിലീറ്റ് ചെയ്ത് കളയാനും മറക്കും. ഇതിങ്ങനെ കിടക്കും, സ്റ്റോറേജ് ഇങ്ങനെ പൈലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. കാരണം ഹൈ ക്വാളിറ്റി സ്ക്രീൻഷോട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്റ്റോറേജ് കൺസ്യൂം ആവുകയും ചെയ്യും. ഫോണിൽ വരുന്ന മെസ്സേജുകളും കോൾ ലിസ്റ്റുകളൊക്കെ നമുക്കൊരു ടൈം പീരീഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഫോട്ടോസ് ആപ്പിന് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ 30 ഡേയ്സിനുള്ളിൽ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആക്കാനുള്ള ഒരു കിടിലൻ ഷോർട്ട് കട്ട് ഉണ്ട്. അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നമ്മൾ മറന്നാലും കുഴപ്പമില്ല, ഫോൺ ഓട്ടോമാറ്റിക്കലി അത് ചെയ്തോളും. ഇനി ഒരൊറ്റ ക്ലിക്കിൽ സ്ക്രീൻഷോട്ടുകൾ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ആക്കാനും ഈ ഒരു ഷോർട്ട് കട്ടിന് കഴിയും. അതാണ് ഈ ഒരു ഷോർട്ട് കട്ട്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കാൻ ജസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ DM-ലേക്ക് വരുന്നതായിരിക്കും. ഈ ഒരു ഷോർട്ട് കട്ടിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് ക്ലിയർ ചെയ്യാൻ ജസ്റ്റ് ആ ഷോർട്ട് കട്ട് അങ്ങ് റൺ ചെയ്താൽ മാത്രം മതി. അതിൽ ടാപ്പ് ചെയ്യും, ഒരൊറ്റ സ്ക്രീൻഷോട്ട് മാത്രം ഞാൻ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഈ ഒരു ഡിലീറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്ക്രീൻഷോട്ടെല്ലാം ക്ലിയർ ആകുന്നതായിരിക്കും. ഡീസെലക്ട് ചെയ്ത ആ ഒരൊറ്റ സ്ക്രീൻഷോട്ട് അത് ജസ്റ്റ് ഇതിൽ റൺ ചെയ്യുമ്പം വീണ്ടും നിങ്ങൾക്ക് കാണാം അതവിടെ കിടപ്പുണ്ട്. ബാക്കി എല്ലാ സ്ക്രീൻഷോട്ടും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി. ഇങ്ങനെ നമുക്ക് മാനുവലി ചെയ്യാം. ഇനി ഇത് ഓട്ടോമേറ്റഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് തൊട്ടടുത്തുള്ള ഓട്ടോമേഷൻ എന്ന് പറയുന്ന ടാബിലേക്ക് പോവുക. ടോപ്പിലുള്ള പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ദെൻ ടൈം ഓഫ് എ ഡേ സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ മന്ത്ലി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ ഏത് ടൈമാണ്, മന്ത്ലി എന്ന് പറയുമ്പം January 31 ആണ്. അതിനുശേഷം റൺ ആഫ്റ്റർ കൺഫർമേഷൻ എന്നുള്ളത് ടാപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. റണ്ണ് ചെയ്യേണ്ട ഷോർട്ട് കട്ട് സെലക്ട് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്ത ആ ഷോർട്ട് കട്ട് വേണം റൺ ചെയ്യാൻ. സോ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഇന്ന ഡേറ്റിൽ ആ ടൈം ആകുമ്പം കൃത്യമായിട്ട് നമ്മളെ സ്ക്രീൻഷോട്ടുകളെല്ലാം ഡിലീറ്റ് ആകുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമും ഡ്യൂറേഷനും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക.